വെൽക്കം ബാക്ക് ടു ഇഷാദീസ് വ്ളോഗ്. ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിപ്പോൾ കരുതും ഇതെന്താ ഹെയർ കട്ടിങ് വീഡിയോ ആണോ എന്നൊക്കെ തോന്നും. പക്ഷേ ഹെയർ കട്ടിങ് തന്നെയാണ്. പക്ഷേ നാളത്തേക്കുള്ള ആദ്യയുടെ ഒരു പ്രിപ്പറേഷനാണ്. അവൻ്റെ ലുക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇന്ന് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തുഞ്ചൻ പറമ്പിലാട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദിയുടെ ആദ്യാക്ഷരം കുറിക്കുന്നതിനായിട്ടാണ് ഇവിടെ വന്നത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ ഈ പുണ്യഭൂമിയിൽ നിന്ന് വിദ്യാരംഭം കുറിക്കാൻ ആദിക്ക് സാധിച്ചു. അത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊരു 9 മണിയൊക്കെ ആയിട്ടെന്ന് തോന്നുന്നു നമ്മളിവിടെ എത്താൻ. അപ്പോൾ അദ്ദേഹം നാവിൽ എഴുതാൻ വേണ്ടി ആദിയുടെ ട്രൈ ചെയ്തു. പക്ഷേ ആദ്യം ഒട്ടും വില്ലിങ് ആയിരുന്നില്ല, ഫുൾ കരച്ചിലായിരുന്നു. എങ്ങനെയൊക്കെയോ സംസാരിച്ചാണ് നമ്മൾ അവനെ കൊണ്ട് അരിയിൽ എഴുതിപ്പിച്ചത്. അപ്പോൾ ആദ്യം നാവിൽ എഴുതിപ്പിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു 3-3.5 വയസ്സായിട്ടില്ലായിരുന്നു അവന്. കാരണം നമ്മൾ നേരത്തെ എഴുതാൻ വേണ്ടി വന്നത് നമുക്ക് അംഗനവാടി ചേർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 4 വയസ്സൊക്കെ ആയിട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ഒട്ടും വില്ലിങ് ആയിരുന്നില്ല. നമ്മൾ ചുറ്റിലുള്ള ആളുകളൊക്കെ ഒന്ന് നാവിൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മടിയിലിരുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അവൻ അമ്മയെ വിട്ട് ഒരു കളി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ അരിയിൽ എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. അപ്പോൾ അതും അദ്ദേഹം കുറേ നേരം പറഞ്ഞപ്പോൾ അരിയിൽ ആണ് അവൻ എഴുതാൻ വില്ലിങ് ആയിരുന്നു. പിന്നെ നമ്മൾ നടന്നു. പിന്നെ അവിടെ ഒരു മണ്ണിൽ എഴുതുന്നതുണ്ട്, ഹരിശ്രീ ഗണപതായ നാമ. അത് ആദ്യം എഴുതിയില്ല, അതിനെ എഴുതിപ്പിക്കാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ ഞാൻ എഴുതി കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പോണ്ടുണ്ട്, അതിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി നല്ല ഒരു ശാന്തവും മനോഹരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് കുറേ നേരം നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചു നമുക്കിനി മ്യൂസിയത്തിലോട്ടൊന്ന് പോകണമെന്ന് കരുതി. എല്ലാവരും പിന്നെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ മണ്ണിലൊന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗുരുവിടെ ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയി. ഇവിടെ നല്ലൊരു തണുത്ത കാലാവസ്ഥ കേട്ടോ. അന്ന് മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്, നല്ല സുഖമായിരുന്നു അതിലൂടെ നടക്കാനൊക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ നേരെ മ്യൂസിയത്തിലോട്ടാട്ടോ പോയത്. ഈ മ്യൂസിയം എന്താണെന്ന് വെച്ചാൽ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയെക്കുറിച്ചൊക്കെയുള്ള നിരവധി ചരിത്രരേഖകളും ചിത്രങ്ങളും അപൂർവ ശേഖരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. മലയാള ഭാഷയുടെയും ചരിത്രവും എഴുത്തച്ഛൻ്റെ ഓർമ്മകളും സൂക്ഷിച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഇടം തന്നെയാണ് ഇവിടെ. ഇവിടെ വന്നാൽ നമുക്ക് പിന്നെയുള്ള അറിയാൻ പറ്റുന്ന വെച്ചാൽ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകം അടുത്തറിയാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കോർണറിലും എല്ലാ ഭാഗത്തും ഒക്കെ നമ്മൾ പോയിരുന്നു. പിന്നെ ഇവിടെ ഫോട്ടോസും വീഡിയോസൊന്നും ഇതിൽ അലൗഡ് അല്ല. അപ്പോൾ എന്തോ ഫൈൻ ഉണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ബോർഡ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളധികം ഫോട്ടോസൊന്നും ഇൻസൈഡ് എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് അപ്പോഴേക്കും നല്ല ചെറുതായിട്ടൊരു മഴ പെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആരെങ്കിലും തിരൂർ വെച്ചിട്ട് ചെയ്യാനുള്ളെങ്കിൽ എല്ലാവരും ഇവിടെ വന്നോളൂ കേട്ടോ. ഞാനങ്ങനെ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ പോകുമ്പോഴേക്ക് നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് കരുതി.
ഏത് ഹോട്ടലാണെന്നൊന്നും അറിയില്ല. അവിടെ നമ്മൾ കയറി ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.